Good morning all. Welcome to NILS Academy. Okay, നമ്മൾ ഇന്ന് നമ്മുടെ KWN അല്ലേ, കേരള വാട്ടർ അതോറിറ്റിയുടെ ഇൻഓർഗാനിക് പാർട്ടില് നമ്മുടെ ഹൈഡ്രജൻ എന്നൊരു ഭാഗമുണ്ട്. ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗത്ത് ഹൈഡ്രജൻ എന്നുള്ള ടോപ്പിക് നമുക്ക് കവർ ചെയ്യാനായിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു ഭാഗമാണ്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ അല്ലെ, ഹൈഡ്രജൻ എന്നുള്ള ടോപ്പിക് പഠിക്കാനായിട്ട്. അപ്പൊ ഹൈഡ്രജൻ എന്താണെന്നും പിന്നെ ഹൈഡ്രജൻ നമുക്കറിയാം, നമ്മൾ +1 +2 ആ ഒരു ഭാഗത്ത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഹൈഡ്രജൻ എന്നുള്ള ഒരു ചാപ്റ്ററിനെ നമുക്ക് പഠിക്കാനായിട്ടുണ്ടല്ലേ. അപ്പൊ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ഹൈഡ്രജനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ്, കുറച്ച് സബ് ടോപ്പിക്സ് മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ. അപ്പൊ അതിൽ ഹൈഡ്രജൻ എന്താന്ന് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ഹൈഡ്രജന്റെ കുറച്ച് നമുക്കറിയാലോ, ഒരു എലമെന്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ബാക്കി കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതിന് പീരിയോഡിക് ടേബിൾ, അതിന്റെ ആ ഒരു പൊസിഷൻ എങ്ങനെയാണ്, അവരുടെ പ്രോപ്പർട്ടീസ് അല്ലെ, അതായത് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, പിന്നെ എന്താ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ നമുക്ക് പഠിക്കാം, അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് നോക്കാം അല്ലെ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി വരുന്ന കുറെ കാര്യങ്ങൾ അല്ലെ, കെമിക്കൽ റിയാക്ഷൻസ്, കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു എലമെന്റ് എടുത്താൽ അതുമായിട്ട് റിലേറ്റ് നമുക്ക് പഠിക്കാം. ഓക്കെ ആണല്ലോ? പിന്നെ നമുക്ക് ഇവിടെ ഹൈഡ്രജന്റെ ഭാഗത്ത് എസ്പെഷ്യലി നമുക്ക് എടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സോഫ്റ്റ് വാട്ടർ, ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് 2 ഭാഗങ്ങളുണ്ട്. അത് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. അതായത് വാട്ടർ എന്നുള്ളൊരു ടോപ്പിക്, അവിടെ ഹാർഡ് വാട്ടറിനും ഉണ്ട്, സോഫ്റ്റ് വാട്ടറും ഉണ്ട്. പിന്നെ ഈ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സ് അല്ലെങ്കിൽ കുറച്ച് മെത്തേഡ്സ്, ഓക്കെ അല്ലേ, അത് നമുക്ക് നോക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഏതായിരുന്നു? യെസ്, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞൊരു ഭാഗമായിരുന്നു. അത് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് വരുന്ന ഭാഗമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ അല്ലെ, ഹൈഡ്രജൻ എന്നുള്ള ഭാഗം പഠിക്കാനായിട്ട്. ടോപ്പിക്കിലേക്ക് കടക്കാം. ഹൈഡ്രജൻ ഓക്കെ ആണല്ലോ അല്ലെ? യെസ്, എന്താ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്? ഹൈഡ്രജൻ ആണല്ലേ നമ്മുടെ ടോപ്പിക് ഹൈഡ്രജൻ ആണ്. യെസ്, ഹൈഡ്രജൻ ആണ് നമ്മുടെ ടോപ്പിക്. എന്താണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ മോസ്റ്റ് അബണ്ടന്റ് ഓൺ ദി സർഫസ് ഓഫ് ദി ഗ്ലോബ്. എന്താണ് പറയുന്നത്? യെസ്, നമ്മുടെ യൂണിവേഴ്സിൽ അല്ലെ, നമ്മുടെ യൂണിവേഴ്സില് ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് കാണുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഗ്ലോബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല്, നമ്മുടെ ഗ്ലോബില് ഏറ്റവും 3rd പൊസിഷൻ അബണ്ടന്റ് ആയിട്ട് നമ്മുടെ സർഫസിൽ കാണപ്പെടുന്നതിൽ 3rd പൊസിഷൻ ആർക്കാണുള്ളത്? ഹൈഡ്രജൻ ആണ് ഉള്ളത്. ഓക്കെ അല്ല? അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇപ്പൊ തന്നിട്ടുള്ളൂ കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ ഏറ്റവും മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിൽ കാണപ്പെടുന്ന ഒരു എലമെന്റ് ആണ് ഹൈഡ്രജൻ. 3rd പൊസിഷൻ ആണ് നമ്മുടെ ഗ്ലോബില് ഹൈഡ്രജന്റെ അബണ്ടൻസിനുള്ളത്. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ അല്ലെ? യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോയാലോ? അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടുകളാണ്. ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ ശ്രദ്ധിച്ച് നോക്കി നോക്കി ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാ നമുക്ക് തന്നിട്ടുള്ളത്. Hydrogen, chemical element that exists as a gas at room temperature. When hydrogen gas burns in air, it forms water. അപ്പൊ റൂം ടെമ്പറേച്ചറില് ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എയറിന്റെ പ്രസൻസിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, എയറിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അവിടെ ഉണ്ടാകുന്നു. Hydrogen has the smallest atoms of any element. അല്ലെ, ഹൈഡ്രജന്റെ ആ ഒരു ആറ്റോമിക് സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. ഹൈഡ്രജൻ ആറ്റം കണ്ടെയ്ൻസ് 1 proton and only 1 electron. അറിയാവുന്ന കാര്യമല്ലേ, ഹൈഡ്രജന് 1 ഇലക്ട്രോണും 1 പ്രോട്ടോണുമാണുള്ളത്. The proton is the center or nucleus of the hydrogen atom and the electron travels around the nucleus. എന്താ പറയുന്നത്? പ്രോട്ടോൺ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളല്ലേ പ്രോട്ടോൺ എന്ന് പറയുന്നത്. അത് എവിടെയായിരിക്കും? സെന്റർ അല്ലെ, ആ ഒരു ആറ്റത്തിന്റെ സെന്ററിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആ ഒരു ആറ്റത്തിനെ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടാകും. Pure hydrogen exists as hydrogen gas in which pairs of hydrogen atom bond together to make molecules. എന്താ പറയുന്നത്?
ഒരു പ്യുവർ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ ഗ്യാസിന്റെ ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. എന്നാൽ ഹൈഡ്രജൻ ആറ്റംസ് എന്ത് ചെയ്യുന്നു, പരസ്പരം ബോണ്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഫോം ചെയ്യാറുണ്ട്. ദ ഫസ്റ്റ് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ വിത്ത് അറ്റോമിക് മാസ് 1 യൂണിഫൈഡ് മാസ് ആൻഡ് അറ്റോമിക് നമ്പർ 1. എന്താണ് നമുക്ക് അറിയാലേ, ഹൈഡ്രജൻ എപ്പോഴും നിങ്ങൾ എങ്ങനെ എഴുതാറുള്ളത്, ഹൈഡ്രജൻ എങ്ങനെ നമ്മൾ എഴുതാറുള്ളത്, ഡിനോട്ട് ചെയ്യാറുള്ളത്? യെസ്, 1H1 അല്ലെ, 1H1. അതിന്റെ അർത്ഥം എന്താ, ഒരു എലമെന്റ് നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, Z എക്സ് എ അല്ലെ, ZXA എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു എലമെന്റ് എപ്പോഴും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിൽ Z എന്ന് പറയുന്നത് ഇതിന്റെ അറ്റോമിക് നമ്പർ ആണ് അല്ലെ, Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്, A എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. അപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും 1 ആണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് പീരിയോഡിക്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്? ഹൈഡ്രജൻ എലമെന്റ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് ബേൺ ചെയ്യുന്ന സമയത്ത് വാട്ടർ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് സൈസുള്ള ഒരു എലമെന്റ് ആണ്. ഹൈഡ്രജൻ ആറ്റം കണ്ടെയ്ൻ ചെയ്യുന്നത് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ആയിരിക്കും. ദ പ്രോട്ടോൺ ഈസ് ദ സെന്റർ അല്ലെ, പ്രോട്ടോൺ എന്ന് പറയുന്നത് സെന്ററിലായിരിക്കും. ന്യൂക്ലിയസ് എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, റൗണ്ട് ചെയ്തുകൊണ്ടായിരിക്കും. ഇനി പ്യുവർ ഹൈഡ്രജൻ എക്സിസ്റ്റ് ആസ് ഹൈഡ്രജൻ ഗ്യാസ്. നമ്മുടെ പ്യുവർ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുന്നത് അല്ലെ. പ്യുവർ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. അവിടെ എങ്ങനെയായിരിക്കും, ഹൈഡ്രജൻ ആറ്റംസ് പരസ്പരം ബോണ്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ആയിട്ടും ഫോം ചെയ്യുന്നുണ്ടാകും. ഇനി പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അതിന്റെ അറ്റോമിക് മാസ് 1 യൂണിഫൈഡ് മാസ് ആണ്, അറ്റോമിക് നമ്പർ 1 ആണ്. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് ഡിസ്കവറി ഓഫ് ഹൈഡ്രജനിലേക്ക് പോയാലോ? ഒരാളുടെ ചിത്രമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഇത് ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? യെസ്, ഇതാണ് ഹെൻറി കാവൻഡിഷ്. മേ ബി കേട്ടിട്ടുണ്ടാവും അല്ലെ, ഹെൻറി കാവൻഡിഷ് എന്ന്. 1766 1706 ഹെൻറി കാവൻഡിഷ് ആണ് ആരെ കണ്ടുപിടിച്ചത്, ഹൈഡ്രജനെ കണ്ടുപിടിച്ചത് അല്ലെ. റെക്കഗ്നൈസ് ഹൈഡ്രജൻ ഗ്യാസ് ആസ് എ ഡിസ്ക്രീറ്റ് സബ്സ്റ്റൻസ് ബൈ ഐഡന്റിഫൈയിങ് ദ ഗ്യാസ് ഫ്രം എ മെറ്റൽ ആസിഡ് റിയാക്ഷൻ ആസ് ഫ്ലേമബിൾ എയർ അല്ലെ. ഇനി 1781 he was the first person to find that the gases produces water when burned. This was a key experiment in disproving the Aristotelian theory of 4 elements. ഓക്കെ അല്ലെ? അപ്പൊ ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് ഏറ്റവും ആദ്യം ഹൈഡ്രജനെ 1766 കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഓർത്ത് വെക്കുക കേട്ടോ, പേരൊന്ന് ഓർത്ത് വെച്ചോളൂ. ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞ ആളാണ് എന്തിനെ കണ്ടുപിടിച്ചത്, ഹൈഡ്രജനെ കണ്ടുപിടിച്ചതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ? യെസ്, അടുത്തതാണ് ദ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്താണ്? ഹൈഡ്രജൻ
ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇത്രയും അല്ലെ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഒന്നുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഹൈഡ്രജന്റെ കാര്യമായിരുന്നു അല്ലെ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് മോസ്റ്റ് എബണ്ടന്റ് ആയിട്ടുള്ള അല്ലെ, ഏറ്റവും മോസ്റ്റ് എബണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് അല്ലെ. നമ്മുടെ യൂണിവേഴ്സില് എബണ്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എർത്ത് ഗ്ലോബിൽ അല്ലെ, ഗ്ലോബില് ഏറ്റവും തേർഡ് മോസ്റ്റ് എബണ്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ആള് കൂടിയാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, എഗെയിൻ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കെമിക്കൽ ഏജന്റ് ആണ് അല്ലെ. അതെന്ത് ചെയ്യുന്നു, ഗ്യാസ് ആയിട്ട് റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് എയർ അല്ലെങ്കിൽ ഓക്സിജനെ കണ്ടു കഴിഞ്ഞാൽ ബേൺ ചെയ്തിട്ട് വാട്ടർ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്, സ്മോളസ്റ്റ് ആറ്റം ആണ് അല്ലെ. വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ആറ്റം ആണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ബിക്കോസ് അതിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. ഹൈഡ്രജൻ ആറ്റത്തില് ഒരൊറ്റ പ്രോട്ടോണും ഒരൊറ്റ ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാകുള്ളൂ. ഇനി എന്താണ്, ദ പ്രോട്ടോൺ ഈസ് ദ സെന്റർ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് നമുക്ക് പറയാം. പ്രോട്ടോൺ എന്ന് പറയുന്നത് സെന്ററിലോ അല്ലെങ്കിൽ ന്യൂക്ലിയസിലോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു, ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്യുവർ ഹൈഡ്രജൻ എപ്പോഴും ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, മറ്റ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യാറുണ്ടെന്നാ പറയുന്നത്, മറ്റ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ടേബിളിലെ ഫസ്റ്റ് എലമെന്റ് ആണ് ആര്, ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലമെന്റ് ആണ്. അതിന്റെ അറ്റോമിക് മാസ് 1 യൂണിഫൈഡ് മാസ് ആണ്. അറ്റോമിക് നമ്പർ 1 ആണ് അല്ലെ. നമ്മൾ എങ്ങനെ എപ്പോഴും എഴുതുന്നത്, ഹൈഡ്രജൻ എപ്പോഴും നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്, 1H1 അല്ലെ. അതായത് ZXA നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത് അല്ലെ. അതിൽ Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറും A എന്ന് പറയുന്നത് മാസ് നമ്പറുമാണ്. അപ്പോ ഫസ്റ്റ് എലമെന്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ വിത്ത് അറ്റോമിക് മാസ് 1 യൂണിഫൈഡ് മാസും അറ്റോമിക് നമ്പർ 1 ആയിരിക്കും. ഓക്കെ അല്ലേ, പിടികിട്ടിയല്ലോ അല്ലെ. ഇനി ഡിസ്കവറി ഓഫ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജനെ ഡിസ്കവർ ചെയ്തത് 1766 ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് അല്ലെ. ഫസ്റ്റ് ഹൂ റെക്കഗ്നൈസ് ഹൈഡ്രജൻ അല്ലെ. ഹൈഡ്രജനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ആള് ഹെൻറി കാവൻഡിഷ് ആണ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത കാര്യം എന്തായിരുന്നു, ഹൈഡ്രജന്റെ സ്ട്രക്ചർ. അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്. എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്തായിരുന്നു, ഹൈഡ്രജൻ ആറ്റത്തില് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും. അതിൽ പ്രോട്ടോൺ എന്ന് പറയുന്നത് സെന്ററിലാണ്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിന് ചുറ്റും ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ. അതിനിടെ ഇതും ഹൈഡ്രജൻ ആറ്റം കൺസിസ്റ്റിംഗ് ദ പ്രോട്ടോൺ ഇൻ ദ സെന്റർ ഓഫ് ദ ആറ്റം, അല്ലെങ്കിൽ ന്യൂക്ലിയസ് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാവുന്നത്, ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, റിവോൾവ് അല്ലെ. റിവോൾവ് എങ്ങനെ കൊടുക്കാം, നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം അല്ലെ. റിവോൾവ്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. എവിടെ റിവോൾവ് ചെയ്യുന്നു, റിവോൾവ് എറൗണ്ട് അല്ലെ. എന്തിനു ചുറ്റും റിവോൾവ് ചെയ്യുന്നു, റിവോൾവ് എറൗണ്ട് ദ എവിടെ, ന്യൂക്ലിയസ് അല്ലെ. ന്യൂക്ലിയസിന്റെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ. ഇലക്ട്രോൺസ് റിവോൾവ് എറൗണ്ട് ദ ന്യൂക്ലിയസ്. ഇനി എന്താണ്, ഹൈഡ്രജൻ മോളിക്യൂൾ എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുന്നത്, ഒരു ഹൈഡ്രജന്റെ ഒരു ആറ്റവും അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണും മറ്റേ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണും കൂടി ചേർന്നിട്ട് അല്ലെ, ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഷെയർ ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ ഒരു ബോണ്ട്, സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് ഹൈഡ്രജൻ മോളിക്യൂള് ഫോം ചെയ്യുന്നത്. ആണോ, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണെ കൊടുക്കുന്നു, മറ്റേ ഹൈഡ്രജൻ മറ്റൊരു ഇലക്ട്രോണെ കൊടുക്കുന്നു. ഈ രണ്ട് ഇലക്ട്രോൺസും പരസ്പരം ഷെയർ ചെയ്തിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പൊ സിംഗിൾ കോവാലന്റ് ബോണ്ടാണ് ഹൈഡ്രജൻ തമ്മിൽ ഫോം ചെയ്യുന്നത്. കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ ഷെയറിങ് വഴി അല്ലെ. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ അറിയാം അല്ലെ. ഓക്കെ അല്ലേ, ആ കാര്യം നിങ്ങൾക്ക് പിടികിട്ടി, മനസ്സിലായല്ലോ അല്ലെ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് റിസംബ്ലൻസ് ആയിരുന്നു. പറഞ്ഞു കഴിഞ്ഞ കാര്യം, റിസംബ്ലൻസ് എന്ന് പറയുമ്പോൾ ആൽക്കലി മെറ്റൽസുമായിട്ടും ഹാലജൻസുമായിട്ടും നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ആൾക്ക് സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അതിൽ പറയാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഹൈഡ്രജൻ എന്ന് പറയുന്നതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ്.
അതുപോലെ ആൽക്കലി മെറ്റൽസിന്റെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 ആണ്. അപ്പൊ 1s1 NS1 അല്ലെ. അപ്പൊ എന്തുണ്ട്, അവർ തമ്മിൽ ഒരു സിമിലാരിറ്റിയും സൾഫൈഡുകളൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈഡ്രജൻ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഓക്സൈഡും ഹാലൈഡും സൾഫൈഡും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യുന്നു, ആരെന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് മൈനസ് അല്ലെങ്കിൽ ആനിയോൺ ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതുപോലെ അതിന് ഹൈ അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. അതുപോലെ തന്നെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആര്, ഹൈഡ്രജൻ. ഓക്കെ അല്ലെ. അപ്പൊ ഹൈഡ്രജന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്തായിരുന്നു, ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ്. അതേപോലെ തന്നെ നമ്മുടെ ആൽക്കലി മെറ്റൽസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും NS1 ആണ്. ഹൈഡ്രജൻ ഓക്സൈഡ് ഹാലൈഡ് സൾഫൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൽക്കലി മെറ്റൽസും ഓക്സൈഡ് ഹാലൈഡ് സൾഫൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണെ ഗെയിൻ ചെയ്തുകൊണ്ട് ആനിയോൺ ആയിട്ട് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന് ഹയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. അതുപോലെ തന്നെ കോവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഹൈഡ്രജന് കൂടുതലാണ്. ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്തായിരുന്നു, പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഹാലജൻസുമായിട്ടുള്ള റിസംബ്ലൻസ് ആണ് അല്ലെ. എന്താണ് ഹാലജൻസുമായിട്ടുള്ള റിസംബ്ലൻസ്? ഇൻ ടേംസ് ഓഫ് അയോണൈസേഷൻ എൻതാൽപ്പി അല്ലെ. അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ടേമിൽ പറയുകയാണെങ്കിലും ഹയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയാണ് ഹൈഡ്രജൻ. അയോണൈസേഷൻ എൻതാൽപ്പിയുടെ കാര്യത്തിൽ ഹാലജനുമായിട്ട് റിസംബ്ലൻസ് കാണിക്കുന്നു. ഹാലജൻസ് എന്ത് ഫോം ചെയ്യും? ഹാലജൻസ് ഡയറ്റോമിക് മോളിക്യൂൾസ് ഫോം ചെയ്യില്ലേ, അതേപോലെ ഹൈഡ്രജനും ഡയറ്റോമിക് മോളിക്യൂൾസ് ഫോം ചെയ്യും. ഇനി കമ്പൈൻസ് വിത്ത് എലമെന്റ്സ് ടു ഫോം ഹൈഡ്രൈഡ് ആൻഡ് ലാർജ് നമ്പർ ഓഫ് കോവാലന്റ് കോമ്പൗണ്ട്സ്. അപ്പൊ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യാനും കോവാലന്റ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനുമുള്ള ടെൻഡൻസി ആർക്ക് കൂടുതലായിരിക്കും? ഹൈഡ്രജന് കൂടുതലായിരിക്കും. ബട്ട് ഇറ്റ് ലോസസ് ആൻ ഇലക്ട്രോൺ. ആര്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് കാറ്റയോൺ ആയിട്ട് മാറാനും അതുപോലെ തന്നെ ഹൈഡ്രജൻ റിയാക്ട് വിത്ത് ഹാലജൻ ദംസെൽഫ്, ഹൈഡ്രജൻ തന്നെ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയും കാണിക്കാറുണ്ട്. ഓക്കെ അല്ലേ? പിടികിട്ടിയോ പറഞ്ഞ കാര്യം? ഓക്കെ, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന അല്ലെ. നമ്മൾ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ നോട്ട് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ ഈസി ആയിട്ട് മനസ്സിലാവാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അടുത്തത്, ഹൗ ഈസ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയാണ് ഹൈഡ്രജനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജന് നമ്മൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൽ ഒന്നാമത്തത് റീഫോമിംഗ് ഫോസിൽ ഫ്യൂൽസ്. അതായത് നമുക്ക് ഹൈഡ്രോ കാർബൺസിനെ സ്റ്റീം വെച്ചിട്ട് നമുക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ റീഫോമിംഗ് വിത്ത് ഫോസിൽ ഫ്യൂൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹൈഡ്രോ കാർബൺസ് ഉണ്ടാവുമല്ലോ, ഹൈഡ്രജനും കാർബണും കൂടി അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് ഹൈഡ്രോ കാർബൺസ്. അതിനെ സ്റ്റീം വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും പ്രൊഡ്യൂസ് ചെയ്യുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിനെ, ലിസിസ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക അല്ലെ. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓക്സിജനും ഹൈഡ്രജനും കിട്ടും. അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഹൈ ടെമ്പറേച്ചർ ഇലക്ട്രോളിസിസ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തുകൊണ്ടുള്ള ഇലക്ട്രോളിസിസ് ആണ് ഹൈ ടെമ്പറേച്ചർ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അത് എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന് ബയോളജിക്കൽ പ്രോസസ് ആണ്. അവിടെ വെരി കോമൺ, നമ്മൾ നേച്ചറിൽ വെരി കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. നമുക്ക് വേണമെങ്കിൽ ലബോറട്ടറീസിലൊക്കെ നമുക്ക് എക്സ്പെരിമെന്റേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ തരത്തിലുള്ള പ്രോസസ്സ് വഴിയൊക്കെ നമുക്ക് ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൈഹൈഡ്രജന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്തൊക്കെയായിരുന്നു അവര് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ? ഒന്നാമത്തത് കളർലെസ് ആണ്, നിറമില്ല. ഓർഡർലെസ് ആണ്, മണമില്ല. ടേസ്റ്റ്ലെസ് ആണ് അല്ലെ, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ടേസ്റ്റ് ഒന്നുമില്ല. കമ്പസ്റ്റബിൾ ഗ്യാസ് ആണ്, ജ്വലിക്കാൻ ടെൻഡൻസി ഉണ്ട്. എയറിനെക്കാട്ടിലും ലൈറ്റർ ആണ്. വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. അവരുടെ മെൽറ്റിംഗ് പോയിന്റ് 18.73 കെൽവിനും ബോയിലിംഗ് പോയിന്റ് 23.67 കെൽവിനുമാണ്. ഓക്കെ അല്ലെ? അപ്പൊ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, കമ്പസ്റ്റബിൾ ഗ്യാസ് ആണ്, എയറിനെക്കാട്ടിലും ലൈറ്റർ ആണ്, വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡൈഹൈഡ്രജന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഓക്കെ ആണോ? അടുത്ത ഭാഗത്തേക്ക് പോയാലോ? ഈസി അല്ലേ?
ഈസി അല്ലേ, നമുക്ക് വായിക്കുമ്പോഴും ഒരു ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലെ. യെസ്. അടുത്തത് അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് നന്നായിട്ട് പഠിച്ചു വെക്കണേ. എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പറയുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് യൂഷ്വലി എന്ത് ചെയ്യില്ല, നമ്മുടെ റൂം ടെമ്പറേച്ചേഴ്സിലൊന്നും നമ്മുടെ മറ്റ് കെമിക്കൽസുമായിട്ടൊന്നും റിയാക്ട് ചെയ്യില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ആ ബോണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കൂ, പറയുന്ന കാര്യം ശ്രദ്ധിക്കൂ. എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചില്ലേ, സിംഗിൾ കോവാലന്റ് ബോണ്ട്. ഈ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. ബിക്കോസ് ഹൈഡ്രജന്റെ സൈസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ന്യൂക്ലിയർ അട്രാക്ഷൻ കൂടുതലായത് കൊണ്ട് തന്നെ നമ്മൾ ധാരാളം എനർജി കൊടുത്താലാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു ബോണ്ടിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എനർജി ധാരാളം കൊടുത്താൽ അവിടുത്തെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വലുതായിരിക്കില്ലേ, അപ്പൊ ഹയർ ആയിരിക്കില്ലേ വാല്യൂ എന്ന് പറയുന്നത്. ഹയർ വാല്യൂസ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈഡ്രജനും തമ്മിലുള്ള ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് ബ്രേക്ക് ചെയ്യുന്നത് കുറച്ച് കഷ്ടപ്പാടായത് കൊണ്ട് യൂഷ്വലി റൂം ടെമ്പറേച്ചേഴ്സിൽ നമ്മുടെ ഹൈഡ്രജൻ അതർ കെമിക്കൽസുമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഇനി ഈ ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ പഠിച്ചു. എന്താണ് പഠിച്ചത്? 1s1 ആണ്. ഇതൊരു കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണോ? ഇതൊരു കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല, അല്ലെ, സ്റ്റേബിൾ അല്ല. അപ്പൊ ഇവര് എന്ത് ചെയ്യും? അവർ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് ഇവര് മറ്റ് എലമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യും. മറ്റ് എലമെന്റ്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് H+ ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് H- ആനിയോൺ ആയിട്ട് മാറും. അതുമല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ 3 തരത്തിലാണ് അവരവര് ഓക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് H+ ആകുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോണെ സ്വീകരിച്ചുകൊണ്ട് H- ആകുന്നു, അതുമല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഡൈഹൈഡ്രജന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഓക്കെ അല്ലേ? പിടികിട്ടിയോ? ഇനി ഇവരുടെ ഐസോടോപ്പുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം ആണ് ഐസോടോപ്പുകളിൽ വരുന്നത്. അതിൽ പ്രോട്ടിയം എന്ന് പറയുന്നത് എത്രയാണ്? 1h1 അല്ലെ. പ്രോട്ടിയം 1h1 അല്ലെ, സെയിം അറ്റോമിക് നമ്പർ. ഡ്യൂട്ടീരിയം 1h2 അല്ലെ, അതുപോലെ ട്രിഷിയം 1h3. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഓക്കെ അല്ലേ? അപ്പൊ ഇവരുടെ അറ്റോമിക് നമ്പർ ഒക്കെ സെയിം ആണ് അല്ലെ. അറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷെ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ് അല്ലെ. അപ്പൊ മാസ് നമ്പറിൽ വ്യത്യാസം വന്നു, അറ്റോമിക് നമ്പർ സെയിം ആയി. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ല, കെമിക്കൽ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ 1h1, 1h2, 1h3 എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ എന്താണ്? ഐസോടോപ്പുകളാണ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഓക്കെ അല്ലേ? ഇനി പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ, അതിൽ ഒന്നാമത്തത് ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്. ഇവിടെ എടുത്തു പറയുന്ന കാര്യം നമ്മൾ രണ്ടെണ്ണം നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാനുലേറ്റഡ് സിങ്കും അതുപോലെ തന്നെ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും നമുക്ക് കിട്ടുന്നു. അപ്പൊ നമുക്ക് ആവശ്യക്കാരനായിട്ടുള്ള ഡൈഹൈഡ്രജൻ കിട്ടി. ഗ്രാനുലേറ്റഡ് സിങ്കും ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും, അതായത് Zn+2HCl gives ZnCl2+H2. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിങ്കും ഈ ഒരു ആൽക്കലിയും കൂടിയിട്ട്, ആൽക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്വസ് ആൽക്കലിയായിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുക്കാം. അക്വസ് ആൽക്കലിയും കൂടി റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നു? യെസ്, അവിടെ സോഡിയം സിങ്കേറ്റ്, അതാണ് Na2ZnO2 എന്ന് പറയുന്നത് സോഡിയം സിങ്കേറ്റ് ആണ്, പ്ലസ് ഹൈഡ്രജൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ അല്ലെ? അപ്പൊ രണ്ടിലും നമ്മൾ ചെയ്യുന്നത് ഒന്നിലെ ആൽക്കലി, മറ്റൊന്നിലെ ആസിഡ്, ഒന്നിലെ ഗ്രാനുലേറ്റഡ് സിങ്കും മറ്റൊന്നില് നമ്മുടെ റിയാക്ഷൻ വിത്ത് സിങ്കും. ഓക്കെ അല്ലെ? അപ്പൊ കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നതിൽ ഒരാളെന്ന് പറയുന്നത് H2 ആണ്. നമ്മുടെ ആവശ്യക്കാരനായിട്ടുള്ള H2 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇവരുടെ യൂസസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് അമോണിയയുടെ പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾക്കറിയാം അമോണിയയുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്,
N2 plus 3H2 gives 2NH3. ഇതാണ് അമോണിയയുടെ പ്രിപ്പറേഷൻ. ഇവിടെ നമ്മൾ എടുക്കുന്ന ഈ H2 ഉണ്ടല്ലോ, ഈ H2 എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നത്. ലാർജ് യൂസ് ഓഫ് ഡൈഹൈഡ്രജൻ ഈസ് ഇൻ ദ സിന്തസിസ് ഓഫ് അമോണിയ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ്, എന്തിന്റെ മാനുഫാക്ചറിംഗ് യൂസ് ചെയ്യുന്നുണ്ട്? ആസിഡിന്റെയും നൈട്രിക് ആസിഡിന്റെയും നൈട്രജനസ് ഫെർട്ടിലൈസേഴ്സിന്റെയും മാനുഫാക്ചറിംഗ് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അമോണിയയുടെ മെയിൻ സിന്തസിസ് ചെയ്യാനുള്ള ഒരു റിയാക്ടന്റ് എന്ന് പറയുന്നത് ഡൈഹൈഡ്രജൻ ആണ്. ഓക്കെ അല്ലെ? പിന്നെ നമുക്ക് വനസ്പതി ഫാറ്റിന്റെ സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ മെത്തനോൾ, CH3OH ആണ് മെത്തനോള്. മെത്തനോളിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മറ്റൊന്ന് മെറ്റൽ ഹൈഡ്രൈഡ്സിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ പ്രിപ്പറേഷനിലെ നമ്മൾ യൂസ് ചെയ്യുന്ന നല്ലൊരു ലാബിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന നല്ലൊരു കെമിക്കൽ ആണല്ലേ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡൈഹൈഡ്രജനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് NH3യുടെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. മറ്റൊന്ന് വനസ്പതി ഫാറ്റിന്റെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ മെത്തനോളിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. മെറ്റൽ ഹൈഡ്രൈഡ്സിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു. ഓക്കെ ആണോ? മനസ്സിലായില്ലേ? കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അടുത്തൊരു ടോപ്പിക് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് ചെയ്യാം. ഡൈഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ, നമുക്ക് ഫ്യൂവൽ ആയിട്ട് നമുക്ക് ഡൈഹൈഡ്രജനെ യൂസ് ചെയ്യാം. കുറച്ച് ക്വാണ്ടിറ്റീസ് ഓഫ് ഹീറ്റ് ഓൺ കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ഡൈഹൈഡ്രജൻ ക്യാൻ റിലീസ് മോർ എനർജി ദാൻ പെട്രോളിനെക്കാട്ടിലും ധാരാളം എനർജി റിലീസ് ചെയ്യാൻ ഡൈഹൈഡ്രജൻ. പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രജൻ എക്കോണമി ഈസ് ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് എനർജി ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഓർ ഗേഷ്യസ് ഡൈഹൈഡ്രജൻ. എന്താണ് പറയുന്നത്? ഹൈഡ്രജൻ എക്കോണമിയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലിക്വിഡ് ഫോമിൽ അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമിൽ ഡൈഹൈഡ്രജനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അതുപോലെ എനർജി ഇസ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഡൈഹൈഡ്രജൻ ആൻഡ് നോട്ട് ആസ് ഇലക്ട്രിക് പവർ. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ഇൻ ഫ്യൂവൽ സെൽ ഫോർ ജനറേഷൻ ഓഫ് ഇലക്ട്രിക് പവർ. അപ്പോൾ ഈ കാലങ്ങൾ പോകുന്തോറും അല്ലെ, കാലങ്ങൾ പോകുന്തോറൊക്കെ നമുക്ക് എന്ത് വരും? ഇങ്ങനെയുള്ള ഹൈഡ്രജൻ അല്ലെ, ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫ്യൂവൽ സിസ്റ്റം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? പിടികിട്ടിയോ? ഓക്കെ അല്ല. അപ്പൊ ഡൈഹൈഡ്രജൻ നമുക്ക് ഫ്യൂവൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? മനസ്സിലായില്ല? കാരണം ഹൈഡ്രജന് അത്രത്തോളം നമുക്ക് യൂസസ് ആണുള്ളത്. മനസ്സിലായി? മറ്റുള്ളവരെ ഉപയോഗിച്ച് നോക്കുമ്പോൾ ഡൈഹൈഡ്രജൻ അത്രത്തോളം എന്താണ് ഇത് കൂടുതലാണ് കേട്ടോ, യൂസസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡൈഹൈഡ്രജന് ഭാവിയിൽ നമുക്ക് ഫ്യൂവൽസ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വരും അല്ലെ? ഭാവി കാലങ്ങളൊക്കെ കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഉറപ്പായിട്ടും ഡൈഹൈഡ്രജൻ ഫ്യൂവൽസിന്റെ ആ ഒരു ഭാഗത്തേക്ക് കയറി വരുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഡൈഹൈഡ്രജനെ കുറിച്ചാണ്. ഹൈഡ്രജനെ കുറിച്ച് പഠിച്ചു, ഡൈഹൈഡ്രജനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് വാട്ടർ എന്നുള്ള ഭാഗമാണ് കേട്ടോ. ഈ വാട്ടർ എന്നുള്ള ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. വാട്ടറും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹാർഡ്നെസിന്റെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് ഇത്ര മതിയില്ലേ? ധാരാളമാണല്ലേ? ഓക്കെ, നോട്ട്സ് നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു.